നമസ്കാരം. സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ടതും നിരാശാജനകവുമായ ഒരു പരമ്പരയ്ക്കാണ് ഇംഗ്ലണ്ട് മണ്ണിൽ ഇന്നലെയോടെ അന്ത്യമായിരിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരായ അഞ്ചാമത്തെയും അവസാനത്തെയും ട്വന്റി അന്താരാഷ്ട്ര മത്സരത്തിലും ഇന്ത്യക്ക് ദയനീയമായ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. സൗതാംപ്ടണിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ 56 റൺസിന്റെ തകർപ്പൻ വിജയമാണ് ആതിഥേയരായ ഇംഗ്ലണ്ട് സ്വന്തമാക്കിയത്. ഇതോടെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഒരു മത്സരം പോലും ജയിക്കാനാകാതെ 4-0 എന്ന ദയനീയ നിലയിലാണ് ഇന്ത്യൻ ടീം പരമ്പര പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്നത്. ഈ തോൽവിയോടെ ട്വന്റി ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒന്നിൽ കൂടുതൽ മത്സരങ്ങളുള്ള ഒരു ഉഭയകക്ഷി പരമ്പരയിൽ ഒരൊറ്റ മത്സരം പോലും ഇന്ത്യ ജയിക്കാത്ത ആദ്യ പരമ്പര എന്ന വൻ നാണക്കേടിന്റെ റെക്കോർഡും ശ്രേയസ് അയ്യറും സംഘവും സ്വന്തം പേരിൽ എഴുതി ചേർത്തു. പരമ്പര തൂത്തുവാരിയതോടെ ICC ട്വന്റി റാങ്കിങ്ങിൽ ഇന്ത്യൻ ടീമിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി ഒന്നാം സ്ഥാനം ഇംഗ്ലണ്ട് രാജകീയമായി പിടിച്ചെടുക്കുകയും ചെയ്തു. മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സൗതാംപ്ടണിൽ നാടകീയമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. സൗതാംപ്ടണിലെ കടുത്ത ട്രാഫിക് ബ്ലോക്ക് കാരണം ഇന്ത്യൻ ടീം സഞ്ചരിച്ചിരുന്ന ബസ് കൃത്യസമയത്ത് സ്റ്റേഡിയത്തിൽ എത്താതിരുന്നതിനാൽ നിശ്ചയിച്ച സമയത്തിന് 45 മിനിറ്റ് വൈകിയാണ് കളി ആരംഭിച്ചത്. ഓഷ്യൻ വില്ലേജിലെ പ്രശസ്തമായ ലിയാൻഡോ റോയൽ ഹോട്ടലിലായിരുന്നു ഇന്ത്യൻ താരങ്ങൾ താമസിച്ചിരുന്നത്. അവിടെ നിന്നും സ്റ്റേഡിയത്തിലേക്കുള്ള യാത്രയിലാണ് ടീം ബ്ലോക്കിൽ കുടുങ്ങിയത്. തുടർന്ന് സ്റ്റേഡിയത്തിൽ എത്തിയ ഉടൻ തന്നെ ടോസ് ഭാഗ്യം വീണ്ടും ഇന്ത്യൻ ക്യാപ്റ്റനെ തേടിയെത്തി. ക്യാപ്റ്റനായി ചുമതലയേറ്റ ശേഷം തുടർച്ചയായ 7ാം മത്സരത്തിലാണ് ശ്രേയസ് അയ്യർ ടോസ് നേടുന്നത്. ടോസ് നേടിയ ശ്രേയസ് അയ്യർ ഒട്ടും ആലോചിക്കാതെ ഇംഗ്ലണ്ടിനെ ബാറ്റിംഗിന് അയക്കാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ സൗതാംപ്ടൺ റോസ് ബൗൾ സ്റ്റേഡിയത്തിൽ പിച്ച് ബാറ്റിംഗിന് അത്രത്തോളം തുണയ്ക്കുന്ന ഒന്നാണെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നിശ്ചിത 20 ഓവറിൽ വെറും 3 വിക്കറ്റ് നഷ്ടത്തിൽ 256 റൺസ് എന്ന ഹിമാലയൻ സ്കോറാണ് അടിച്ചുകൂട്ടിയത്. അന്താരാഷ്ട്ര ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ഒരു ടീം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണിത്. കഴിഞ്ഞ മാർച്ചിൽ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന ട്വന്റി ലോകകപ്പ് സെമിഫൈനലിൽ ഇന്ത്യ ഉയർത്തിയ 254 റൺസ് പിന്തുടർന്ന് ഇംഗ്ലണ്ട് തന്നെയുണ്ടാക്കിയ 246 റൺസിന്റെ റെക്കോർഡാണ് ഇതോടെ സൗതാംപ്ടണിൽ തിരുത്തി കുറിക്കപ്പെട്ടത്. മത്സരത്തിൽ ഇംഗ്ലണ്ടിന് 1ാം വിക്കറ്റ് പെട്ടെന്ന് നഷ്ടമായെങ്കിലും 2ാം വിക്കറ്റിൽ ഒത്തുചേർന്ന ക്യാപ്റ്റൻ ജോസ് ബട്ട്ലറും ഹാരി ബ്രൂക്കും ചേർന്ന് ഇന്ത്യൻ ബൗളർമാരെ നിലം തൊടാതെ തല്ലിച്ചതച്ചു. ഇരുവരും ചേർന്ന് 2ാം വിക്കറ്റിൽ റൺസ് അടിച്ചുകൂട്ടി പുതിയ ചരിത്രം കുറിച്ചു. വെറും 233 റൺസിന്റെ റെക്കോർഡ് കൂട്ടുകെട്ടാണ് ഇരുവരും ചേർന്ന് പടുത്തുയർത്തിയത്. ഇന്ത്യൻ താരങ്ങളായ സഞ്ജു സാംസണും തിലകവർമ്മയും ചേർന്നുണ്ടാക്കിയ 210 റൺസിന്റെ ഏറ്റവും ഉയർന്ന വിക്കറ്റ് കൂട്ടുകെട്ട് റെക്കോർഡാണ് ഇതോടെ തകർന്നടിഞ്ഞത്. റൺസ് അടിസ്ഥാനത്തിൽ ട്വന്റി ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിക്കറ്റ് കൂട്ടുകെട്ടായി ഇത് മാറി. തുടക്കം മുതൽ ആക്രമിച്ച് കളിച്ച ഇംഗ്ലീഷ് നായകൻ ജോസ് ബട്ട്ലർ ഇന്ത്യൻ ബൗളിംഗ് നിരയുടെ താളം പൂർണ്ണമായും തെറ്റിച്ചു. മികച്ച ഫോമിലായിരുന്ന ബട്ട്ലർ വെറും 64 പന്തിൽ നിന്നും 8 മാരക സിക്സുകളും 12 മനോഹര ഫോറുകളും അടക്കം 131 റൺസ് നേടി. ഈ തകർപ്പൻ സെഞ്ചുറിയോടെ ട്വന്റി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ ബാറ്റ്സ്മാൻമാരുടെ പട്ടികയിൽ ഇന്ത്യൻ ഇതിഹാസം വിരാട് കോഹ്ലിയെ മറികടന്ന് ബട്ട്ലർ 3ാം സ്ഥാനത്തേക്ക് ഉയരുകയും ചെയ്തു. മറുഭാഗത്ത് ബട്ട്ലർക്ക് കൃത്യമായ പിന്തുണ നൽകിയ യുവതാരം ഹാരി ബ്രൂക്കും ഒട്ടും മോശമാക്കിയില്ല. 45 പന്തിൽ 8 സിക്സും 4 ഫോറും അടക്കം 95 റൺസ് എടുത്ത ഹാരി ബ്രൂക്ക് പുറത്താകാതെ ക്രീസിൽ നിലയുറപ്പിച്ചു. മത്സരത്തിന്റെ തുടക്കത്തിൽ പ്രസിദ്ധ് കൃഷ്ണ എറിഞ്ഞ 2ാം ഓവറിൽ അപകടകാരിയായ ഓപ്പണർ ഫിൽ സാൾട്ടിനെ നവോദയ താരം സൂര്യവംശി ഷെഡ്ഗിയുടെ കൈകളിൽ എത്തിച്ച് ഇന്ത്യ വളരെ മികച്ച ഒരു തുടക്കം നേടിയിരുന്നു. അപ്പോൾ ഇംഗ്ലണ്ട് സ്കോർ ബോർഡിൽ വെറും 8 റൺസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഒത്തുചേർന്ന ബട്ട്ലർ ബ്രൂക്ക് സംഖ്യയും ഇന്ത്യൻ ബൗളർമാർക്ക് പന്തെറിയാൻ ഇടം നൽകാത്ത വിധം ആധിപത്യം സ്ഥാപിച്ചു. ഇരുവരും ചേർന്ന് വെറും 24 പന്തിൽ 50 റൺസും 48 പന്തിൽ 100 റൺസും 87 പന്തിൽ 200 റൺസും കടന്നു മുന്നേറി. ഹാരി ബ്രൂക്ക് 19 പന്തിലും ബട്ട്ലർ 34 പന്തിലും തങ്ങളുടെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. വെറും 51 പന്തിലായിരുന്നു ബട്ട്ലർ തന്റെ സെഞ്ചുറി തികച്ചത്. ഒടുവിൽ 19ാം ഓവറിൽ ശിവൻ ദുബെയുടെ പന്തിൽ ശ്രേയസ് അയ്യർക്ക് ക്യാച്ച് നൽകിയാണ് ബട്ട്ലർ പുറത്തായത്. അപ്പോഴേക്കും ഇംഗ്ലണ്ട് സ്കോർ 241 റൺസിൽ എത്തിയിരുന്നു. തൊട്ടടുത്ത പന്തിൽ ജേക്കബ് ബഥേലിനെ ദുബെ തിലക് വർമ്മയുടെ കൈകളിലെത്തിച്ച് വിക്കറ്റ് നേടി. വിക്ടേഴ്സ് 7 റൺസോടെ പുറത്താകാതെ നിന്നു. ഇന്ത്യക്കായി ശിവൻ ദുബെ 2ഉം പ്രസിദ്ധ് കൃഷ്ണ 1 വിക്കറ്റും എടുത്തു. എന്നാൽ മറ്റു ബൗളർമാരുടെ പ്രകടനം വളരെ ദയനീയമായിരുന്നു. യുവ ബൗളർ പ്രിൻസ് യാദവ് തന്റെ 4 ഓവറിൽ 60 റണ്ണും സീനിയർ സ്പിന്നർ അക്സർ പട്ടേൽ 4 ഓവറിൽ 61 റണ്ണുമാണ് വഴങ്ങിയത്. 258 റൺസ് എന്ന അസാധ്യമായ വിജയലക്ഷ്യം പിന്തുടർന്ന് മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യക്ക് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യൻ മുന്നേറിയിൽ ഇഷാൻ കിഷൻ 35 പന്തിൽ 56, വൈസ് ക്യാപ്റ്റൻ തിലക് വർമ്മ 25 പന്തിൽ 53 അർദ്ധ സെഞ്ചുറികൾ നേടി നന്നായി പൊരുതിയെങ്കിലും ലക്ഷ്യം വളരെ അകലെയായിരുന്നു. കഴിഞ്ഞ മത്സരങ്ങളിൽ ഫോമില്ലാത്ത വിമർശനം നേരിട്ട തിലക് വർമ്മ ഈ മത്സരത്തിൽ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ആരാധകർ ഏറെ കാത്തിരുന്ന മലയാളി താരം സഞ്ജു സാംസൺ 14 പന്തിൽ 27, നായകൻ ശ്രേയസ് അയ്യർ 16 പന്തിൽ 28 എന്നിവർ മികച്ച തുടക്കം ലഭിച്ചെങ്കിലും വലിയ സ്കോറുകളിലേക്ക് തിളങ്ങാൻ കഴിയാതെ പുറത്തായി. എന്നാൽ മറ്റ് ബാറ്റർമാരായ അഭിഷേക് ശർമ്മ 3, ശിവൻ ദുബെ 14, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച സൂര്യവംശി ഷെഡ്ഗി 7, അക്സർ പട്ടേൽ 3 എന്നിവർ ബാറ്റിംഗിൽ പൂർണ്ണമായും നിരാശപ്പെടുത്തി. വാലറ്റത്ത് ആഷിഖ് സിംഗ് 4, പ്രസിദ്ധ് കൃഷ്ണ 1 എന്നിവർ പുറത്താകാതെ നിന്നു. ഇംഗ്ലണ്ടിനായി സാങ്കർ 4 ഓവറിൽ 36 റൺസ് വഴങ്ങി 3 വിക്കറ്റും സ്പിന്നർ യാദിൽ റാഷിദ് ഖാൻ 2 വിക്കറ്റും വീഴ്ത്തി.
ഇന്ത്യയുടെ തകർച്ച പൂർത്തിയാക്കി. തുടർച്ചയായ തോൽവികളുടെ പശ്ചാത്തലത്തിൽ ഈ മത്സരത്തിൽ രണ്ട് പ്രധാന മാറ്റങ്ങളുമായാണ് ഇന്ത്യ കളിക്കാനിറങ്ങിയിരുന്നത്. കഴിഞ്ഞ മത്സരങ്ങളിൽ വലിയ പരാജയമായി മാറിയ 15-കാരൻ ഓപ്പണർ വൈഭവ് സൂര്യവംശിക്ക് പകരം മലയാളി താരം സഞ്ജു സാംസണും ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറിന് പകരം സൂര്യവംശി ഷെഡ്ഗയും ഇന്ത്യൻ പ്ലേയിങ് 11-ൽ ഇടം പിടിച്ചു. ആരാധകരുടെ വലിയ ആവശ്യപ്രകാരമാണ് സഞ്ജുവിനെ ഓപ്പണറായി ടീമിൽ ഉൾപ്പെടുത്തിയത്. മികച്ച ചില ഷോട്ടുകളുടെ സഞ്ജു പ്രതീക്ഷ നൽകിയെങ്കിലും വലിയൊരു ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാൻ സാധിക്കാത്തത് ആരാധകരെ നിരാശരാക്കി. എന്നിരുന്നാലും പരമ്പരയിലെ തുടർച്ചയായ തോൽവികളോടെ ഇന്ത്യക്ക് വലിയ നിരാശയോടെയും നാണക്കേടോടെയും ഇംഗ്ലണ്ടിൽ നിന്നും മടങ്ങേണ്ടി വന്നിരിക്കുകയാണ്. ട്വന്റി ലോകകപ്പ് കിരീടം നേടി വെറും 2 മാസം തികയുന്നതിനു മുമ്പാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വിദേശ മണ്ണിൽ ഇത്രത്തോളം വലിയൊരു തകർച്ച നേരിട്ടിരിക്കുന്നത്. കോച്ച് ഗൗതം ഗംഭീറിന്റെ തന്ത്രങ്ങൾക്കും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ നേതൃത്വത്തിനും ഏറ്റ കനത്ത പ്രകാരമാണ് ഈ 4-0 പരമ്പര തോൽവി. വരും ദിവസങ്ങളിൽ BCCIയുടെ നേതൃത്വത്തിൽ കടുത്ത അവലോകന യോഗങ്ങളും ടീമിൽ വലിയ അഴിച്ചുപണികളും ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. വരാനിരിക്കുന്ന സിംബാബ്വെ പരമ്പരയിലെങ്കിലും പഴയ തെറ്റുകൾ തിരുത്തി ഇന്ത്യ ശക്തമായി തിരിച്ചുവരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇന്ത്യൻ ടീമിന്റെ ഈ ചരിത്രപരമായ തോൽവിയെക്കുറിച്ചും ഇഷാൻ കിഷൻ, തിലകവർമ്മ എന്നിവരുടെ പ്രകടനത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ സ്വാഭാവികമായ അഭിപ്രായങ്ങൾ താഴെ പങ്കുവെക്കാവുന്നതാണ്. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും തത്സമയ വിഷയങ്ങൾക്കുമായി സ്പോർട്സ് ബീറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.